എല്ലാവർക്കും നമസ്തേ. ഞാൻ സിധു സതീശൻ. നമ്മൾ രാവിലെ 5 മണി, കറക്റ്റ് 5 മണിയാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഷോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കി. ഞാൻ ഏട്ടൻ്റെ കൂടെ എത്തണമെങ്കിൽ ഓടിപ്പോണം. ഏട്ടൻ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ഇറങ്ങിയത്. എങ്കിൽ കൂടി ഏട്ടൻ സ്പീഡിൽ നടന്നു. ഞാൻ എനിക്ക് എന്നാലാവുന്ന സ്പീഡിൽ ഞാൻ നടക്കുന്നുണ്ട്. ഏട്ടൻ ആ കോർണറിലേക്ക് എത്തി നോക്കിയേ. പിന്നെന്താ പറയുക, എപ്പോഴും രാവിലെ തന്നെ എഴുന്നേൽക്കും. ഞാൻ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന കാര്യമാണ്, രാവിലെ തന്നെയാണ് ഇറങ്ങുന്നത്. ഫുള്ള് ഇരുട്ടാന്ന്. ഈ ലൈറ്റിലെ ഭാഗത്ത് മാത്രമേ ഇങ്ങനെ എന്താ പറയുക പ്രകാശമുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇരുട്ട് തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഏട്ടൻ അങ്ങനെ അധികം ദൂരം പോകൂല. ഈ ഒരു മിനിമം ദൂരം വെച്ചിട്ടാണ് ഏട്ടൻ നടക്കുക. ഇവിടെയാണ് ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം കണ്ടോ. നാട്ടിലത്തെ പോലെ പശുക്കളുണ്ട്. ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നമ്മുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക പശുക്കളൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ പാല് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവർ, അതുപോലെ തന്നെ മീൻ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവർ, ഇതൊക്കെ കഴുകിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എടുക്കൂല, വെള്ളം നനഞ്ഞാൽ എടുക്കൂല, അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം കൂടി കൂടിയിട്ട് വേസ്റ്റ് എടുത്തിട്ട് ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയിടും. അവർ രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 8 മണി 9 മണി ആ ഒരു സമയത്ത് വന്നിട്ട് എല്ലാം കോരിക്കൊണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ നമ്മളെ ഇവിടെ ഷോപ്പിലാണെങ്കിൽ വേസ്റ്റ് എടുക്കുമ്പോൾ സാധാരണ മാസത്തിൽ നമ്മൾ 500 രൂപ കൊടുക്കാറുണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് ഷോപ്പിലെല്ലാം അവരവർ തന്നെ കൊണ്ടുപോയിട്ട് വേണം. പക്ഷെ ഞങ്ങളെ ഷോപ്പിൽ പറഞ്ഞാൽ അവർ എടുത്തിട്ട് കൊണ്ടുപോകും. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഡത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ നിങ്ങൾ തന്നെ എടുക്കാൻ പറ്റില്ല. എന്താ ഏട്ടൻ വരുമ്പോഴേക്ക് നമ്മളെ കാത്തു നിൽക്കും, ഈ കോർണറിൽ കാത്തു നിൽക്കും നായി. പിന്നെ രാവിലെ ഞങ്ങളെ കൂടെ തന്നെയാണ് വരിക. ഷോപ്പിലെത്താനാകുമ്പോൾ നായി അവിടെ നിൽക്കും. പിന്നെ ആ കാണുന്ന ഇപ്പോൾ തുറന്ന ഷോപ്പില്ലേ, അത് ഏകദേശം ഒരു 3:30-ക്കൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അത്രയും രാവിലെ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനാവില്ല. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരീരത്തിന് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇല്ലേ, കറക്റ്റ് ഉറക്കമൊന്നും കിട്ടിയിട്ട് പിന്നെ നന്നായിട്ട് ഉറങ്ങിയാലാണ് നല്ല ഉന്മേഷത്തോടെ നമുക്ക് ജോലി ചെയ്യാണ്ട് പറ്റുക. ഏട്ടൻ ഏകദേശം കടേൻ്റെ അടുത്തെത്തി. ഞാൻ ഏട്ടൻ്റെ പിറകെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരാളെന്നെ കാത്തു നിൽക്കുന്നുണ്ട് കണ്ടോ. ഇപ്പം ഇങ്ങനെ ഞെട്ടിപ്പൊക്കെ ചോടി വരും. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത്. അത് എപ്പോഴും ഇല്ല സംഭവം ആയതുകൊണ്ടാണ് ഞാനീ പറയുന്നുണ്ടോ. ഓട്ടി വന്നു. പിന്നെ ഇതിൻ്റെ അമ്മച്ചി പ്രസവിച്ച് കുറച്ച് നടക്കാൻ കഴിയുമ്പോൾ തന്നെ 2 കുട്ടികളെ ഞങ്ങളുടെ ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ ആ അമ്മച്ചീനെ ഞാൻ കണ്ടിട്ടാണ്, ഈ നായിൻ്റെ അമ്മച്ചീനെ. പിന്നെ ഇവള് മാത്രമല്ല, ഒരു കറുമ്പിയും കൂടി ഉണ്ട് കണ്ട. ഇതിൻ്റെ മോൻ പിന്നെ ഇവിടെയുള്ള ഈ മൃഗത്തിൻ്റെ ഡോക്ടർമാരില്ല, അവർ വന്നൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനൊരു ചുമ പോലെ വന്നിട്ട് അതിൻ്റെ മോൻ മരിച്ചുപോയി. ഭയങ്കര സ്മാർട്ടായിരുന്നു കേട്ടോ ആ കറുമ്പൻ. എന്താ പറയുക, ഭയങ്കര തുള്ളി കളിക്കുക, ഇങ്ങനെ കോണിയൊക്കെ കളിക്കും നമ്മൾ കണ്ടാൽ. പിന്നെ എന്താ പറയുക, ഇവർക്ക് രാവിലെ ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നത് ഇവർക്കാണ് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലേ. പാർലേജി ബിസ്ക്കറ്റ് 10 രൂപേൻ്റെ പാർലേജി ബിസ്ക്കറ്റ് 2 പേർക്ക് കൂടി പാതിയാക്കിയിട്ട് കൊടുക്കും. ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. ഇവർക്കാണ് ഫസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുക. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ ഈ പുറത്ത് കാണുന്നതൊക്കെ ഒന്ന് അടിച്ചു വാരണം, തൂത്തുവാരണം പറയും അല്ലേ, അടിച്ചു വാരണം. എന്നിട്ട് വേണം ബാക്കിയിൽ എല്ലാ പണികളും. ഇവൾക്ക് കുറച്ച് കുശുമ്പുണ്ട്, എന്താണാവോ ഒന്നും അറിയില്ല. ബിസ്ക്കറ്റ് പോയിട്ട് തിന്നുന്നില്ലല്ലോ, പറഞ്ഞു തന്നേരം അനുസരിക്കും കണ്ടോ. എന്നിട്ട് പോയി അത് നോക്കിയിട്ട് അത് തിരിച്ചു വരും. എന്താണെന്നറിയില്ല, ഇനി കറമ്പിക്കും കൂടി ഒന്നിച്ച് കൊടുക്കുന്നുണ്ടോയെന്നും അറിയില്ല. നല്ല സ്നേഹമാണ്. ഇതിനാണ് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുക. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് അന്നേരം അനുസരിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യാച്ചിങ് പവറാണ് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാനൊക്കെ. ഇതിൻ്റെ മോൻ മരിച്ചതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. നല്ല സ്വഭാവം, എന്തൊരു സുഖമാണ് അതിനെ കാണാനൊക്കെ. വെൽവെറ്റ് പോലെയാണ്. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയാൽ ഫസ്റ്റ് അവിടെ ഗണപതിക്ക് എടുത്ത് വെക്കും. അത് കഴിഞ്ഞാൽ ചായ കുടിക്കൽ ഞാനും ഏട്ടനും കൂടി ഫസ്റ്റ് കുടിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് പൂജാകർമ്മങ്ങളാണ്. കണ്ടില്ലേ, ഇത് കമ്പൽസറിയാണ്. രാവിലെ പൂവൊക്കെ എന്താ പറയുക എടുത്ത് വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ എപ്പോഴും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ സ്വാഭാവികമായിട്ട് പീരീഡൊക്കെ ആയിക്കഴിഞ്ഞാൽ 7 ദിവസം വിളക്ക് വെക്കൂല. അന്നേരം ഏട്ടൻ ചന്ദനത്തിന് മാത്രം കത്തിച്ച് വെക്കും. പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് പിന്നെ എന്താ പറയുക മഞ്ഞൾ വെള്ളം ഒഴിക്കും. അത്രമാത്രം ചെയ്യും.
ഇനി എന്താ പറയുക, ഇതിനകത്ത് ഞങ്ങൾ നാരങ്ങ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഈ കണ്ണീർ എന്നൊക്കെ പറയും, അതിന് നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇനിയാണ് പണി. പാത്രം ഇങ്ങനെ കഴുകി വെക്കണം. പാത്രമല്ല, പാത്രം എന്നൊക്കെ പറയുന്ന വീട്ടിലത്തെ കാര്യങ്ങളല്ലേ. ഒരുപാട് ഗ്ലാസ്, അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്, പാത്രങ്ങൾ, ചായ വെക്കുന്ന പാത്രമായിട്ടാണ് ഓൾറെഡി കൈ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ ഇത് എപ്പോഴും രാവിലെ കഴുകി വെക്കുമ്പോഴാണ് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ രാത്രി കൈ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കഴുകേണ്ടി വരും. എന്തായാലും കഴുകിയിട്ട് ഏട്ടൻ കൊടുക്കാൻ വേണ്ടി വിടുമല്ലോ. തമ്മിൽ ഭേദം രാവിലെ ഒന്ന് കഴുകുന്നതന്നെ നല്ലതല്ലേ. അങ്ങനെ വളരെ സ്പീഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ വേഗം വീട്ടിൽ പോയിട്ട് ഉറങ്ങാമല്ലോ. ഞാൻ ഇത് റെസ്റ്റ് എടുത്തിട്ട്, ഇത് വീട്ടിലത്തെ പിന്നെ മിക്സിയാണ്. കടയിലത്തെ മിക്സിക്ക് കടയിൽ എന്നിട്ട് ഏട്ടൻ പറഞ്ഞു കടയിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് വീട്ടിലത്തെ ഗ്യാസ് എന്ന് പറയുന്നത് മിക്സി ഇങ്ങോട്ട് എടുത്തിട്ട് വാ, നമുക്ക് ഇവിടുന്ന് ഇനി അതിനെ കൊണ്ട് ജ്യൂസ് അടിക്കാൻ കുറച്ച് ദിവസത്തേക്ക് മാറ്റിണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മിക്സി കൊടുത്തു വിട്ടെന്ന് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു, അങ്ങനെ പറയണം. അങ്ങനെ ഗ്ലാസ്സൊക്കെ കഴുകി വെക്കാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഒരു ദിവസമായിട്ടൊന്നല്ല, എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം ഒരുക്കി വെച്ച് ഇനി കണ്ടോ ഇതിൻ്റെ ആ ഒരു മേക്ക് ഓവർ കണ്ടോ, സൂപ്പറായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ പണിയെടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. അതുമല്ലാണ്ട് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ റെസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടൊന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ സഹായിക്കാണ്ട് പറ്റുമോ എന്നുള്ളത് അല്ലേ, അവർ പണി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചെങ്കിലും നമുക്ക് സഹായിക്കാണ്ട് പറ്റുമോ എന്നത് വലിയ കാര്യമല്ലേ. എനിക്കിപ്പോൾ തന്നത് പിന്നെ എന്താ പറയുക, ഹോർലിക്സാണ്. രാവിലെ എപ്പോഴും ഹോർലിക്സ് തരും. ആദ്യം ചായ, അത് കഴിഞ്ഞിട്ട് ഹോർലിക്സ്. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ഇല്ലെങ്കിൽ ചോറാക്കും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അത് അപ്പാർട്ട്മെൻറ്റാണ്, പറകൾക്കാണെന്ന് അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ എന്താ പറയുക, ഇനി വന്നിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമാക്കിയിട്ട് വീണ്ടും കടയിലേക്ക് തന്നെയാണ് പോവുക. ഇത് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്, എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതാ കണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എന്നെക്കാട്ട് മുന്നേ ഓടി വന്നിട്ടുണ്ടായിരുന്നു കെർബി. കണ്ടോ, ഇവിടം വരെ എന്നെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് കടയിലേക്ക് പോകും. പിന്നെ കണ്ടോ, അതല്ലാണ്ട് പിന്നെ ഇതിനകത്തെ കയറി കഴിഞ്ഞാൽ വേറൊരു നായും കൂടി ഉണ്ട്. വെറും ഈ ബിസ്ക്കറ്റ് കൊടുക്കും നമ്മൾ അധികം. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹപ്രകടനം അതിഭീകരമാണ്, സഹിക്കാൻ പറ്റുമോ. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. അന്നേരം ഞാൻ ഈ ചാവി എടുത്തിട്ട് അടി കൊടുക്കും. കണ്ടോ, ഇതിപ്പോൾ പാവാന്ന്, ഇതിൻ്റെ കൂടെ ഒരു വെള്ള നായും കൂടി ഉണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ കെണിഞ്ഞു പോകും. ഇതിന് പിന്നെ താഴെ ഞങ്ങൾ ബിൽഡിങ്ങിന് താഴെയൊക്കെ ഇരുട്ടാണ്, ലൈറ്റായിട്ട്. 3 നില രാവിലെ തന്നെ ഇറങ്ങിപ്പോയി, 3 നില ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ 3 നില കയറിയാണ്. ഒന്നും പറയണ്ട, മുകളിലെത്തുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു വകയിലാവും ഞാൻ, ഒന്നും പറയണ്ട. നോക്കിയതാ മുകളിലെത്തി ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും കയറുന്ന കാര്യം തന്നെ ആണെങ്കിൽ കൂടി ഇത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കോൺസൈറ്റാണ്, കണ്ടില്ലേ. അങ്ങനെ വീട്ടിലെത്തി ഇനി കുറച്ച് സമയം വിശ്രമം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഭക്ഷണം ഉണ്ടാക്കണം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാവിലത്തെ സംഭവങ്ങൾ മാത്രമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ റൂം തുറന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.